സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ദില്ലിയിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ എത്തി. ആരുടെയും നിർബന്ധമില്ലാതെയാണ് ജനങ്ങൾ എത്തിയത്. അവർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മുദ്രാവാക്യങ്ങളുമായി നടന്നു. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനരോഷം കണ്ട് പേടിച്ച് കുറച്ച് ഉദ്യോഗസ്ഥർ പാർലമെന്റ് ഗേറ്റ് ഓടിവന്ന് അടച്ചു. ഈ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം മറ്റൊരു ഗേറ്റിലൂടെ പാർലമെന്റിന് പുറത്തേക്ക് പോയി. CJP സമരത്തെ പേടിച്ചിട്ടല്ല, ഇങ്ങനെയും ചിലപ്പോൾ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്ന് വിട്ടുപോകുമെന്നാണ് വിശദീകരണം. നീറ്റ് ചോർച്ചയെക്കുറിച്ച് മൗനം തുടരുന്ന മോദി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെ പരിഹസിക്കാൻ മറക്കുന്നില്ല. അതിനെക്കുറിച്ച് വിശദമായി വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ പറയാം. എന്തായാലും ഇത്രയും നാൾ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച സർക്കാരിന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തേണ്ടി വന്നു. JP നദ്ദയ്ക്ക് പ്രസ്താവന ഇറക്കേണ്ടിയും വന്നു. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. തൽക്കാലത്തേക്ക് കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യയാണോ എന്നറിയില്ല, എന്തായാലും കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ദില്ലിയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളെ നോക്കി ഗോദി മീഡിയ പാകിസ്ഥാൻ ചാരന്മാരെന്നും ചൈനീസ് ചാരന്മാരെന്നും വിളിച്ചില്ല. അങ്ങനെ വിളിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ ജന്തർ മന്ദറിലേക്കും പാർലമെന്റിന് മുന്നിലേക്കും വരുന്നത് തടയാൻ പല മാർഗങ്ങളും സർക്കാർ നോക്കിയിരുന്നു. പക്ഷേ ജനം അതെല്ലാം ഭേദിച്ച് അവിടേക്ക് എത്തുക തന്നെ ചെയ്തു. 7 കോടി യുവാക്കളെയാണ് ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചത്. 152 ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. 152 ചോർച്ചകൾ എന്നാൽ 10 വർഷത്തിനിടെ ഓരോ മാസവും ഓരോ പേപ്പർ ചോർന്നു എന്നാണ് അർത്ഥം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന നിരക്ക് പക്ഷേ 0. ഇതിന്റെ പേരിൽ ഒരാൾ പോലും ജയിലിൽ പോയിട്ടില്ല, ഒരാൾക്ക് പോലും ശിക്ഷ കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യത്തിൽ കാണുന്ന മനുഷ്യൻ നീറ്റ് പരീക്ഷ മാറ്റിവെച്ചത് കാരണം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ പിതാവാണ്. 1 മാസം മുമ്പാണ് ഇദ്ദേഹത്തിന്റെ മകൻ ആത്മഹത്യ ചെയ്തത്. അവന് വേണ്ടി സമരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഈ പിതാവ് പറയുന്നത്. അവനെപ്പോലെയുള്ളവർക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെയും പോലീസ് പിടിച്ചോണ്ടു പോവുകയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മകനും കൂടി ബാക്കിയുണ്ട്. ആ മകനു വേണ്ടി എനിക്ക് ഈ സമരത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം തൊണ്ടയിടറി പറയുകയാണ്. वो मेरा बेटा है, वहाँ पे फोटो लगी है, वो मैं उसका पापा हूँ. अभी दूसरा बेटा बाकी है, उसको बचाना है. तो रास्ता तो वही है, सिस्टम बदलना है. സിസ്റ്റം മാറണം, അതാണ് പോംവഴിയെന്നും ഉറച്ച ശബ്ദത്തിൽ ഈ മനുഷ്യൻ പറയുകയാണ്. ഇതുപോലെയുള്ള നിരവധി മനുഷ്യന്മാരെ ജന്തർ മന്ദറിലും പരിസരത്തും കാണാമായിരുന്നു. ഡൽഹിയിലേക്ക് നേരം വെളുക്കും മുമ്പേ തന്നെ ജനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയിരുന്നു. ഒട്ടേറെ കാലത്തിന് ശേഷമാണ് ആരുടെയും നിർബന്ധമില്ലാതെ ട്രക്കുകളിൽ കയറ്റി കൊണ്ടുവരാതെ തന്നെ സ്വയം നടന്നെത്തിയ ജനക്കൂട്ടത്തെ കനോട്ട് പ്ലേസ് കണ്ടത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ദില്ലി പോലീസ് തലങ്ങും വിലങ്ങും ടിയർ ഗ്യാസുകളും മറ്റും പ്രയോഗിച്ചു. ലാത്തി ചാർജ് നടത്തി. കയ്യിൽ കിട്ടിയ ചിലരെ ക്രൂരമായി അടിച്ചു. പക്ഷേ ജനക്കൂട്ടം പിരിഞ്ഞുപോയില്ല. നിങ്ങൾ അടിക്കൂ, ഇനിയും അടിക്കൂ എന്ന് പറഞ്ഞ് ചില വിദ്യാർത്ഥികൾ അവിടെ തന്നെ ഇരുന്നു. ചില പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് ദില്ലി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ മക്കളെപ്പോലെയല്ലേ ഞങ്ങൾ, ഇങ്ങനെ കാണിക്കാമോ എന്ന് ആ കുട്ടി തീർത്തും സങ്കടത്തോടെ ചോദിച്ചു. അങ്ങനെയുള്ള ദൃശ്യങ്ങളും സമര ദൃശ്യങ്ങളും ഒരുപാട് പുറത്തു വരുന്നുണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഇന്റർനെറ്റും നെറ്റ്വർക്കുകളും തടസ്സപ്പെടുത്തി സർക്കാർ വലിയ രീതിയിൽ ശ്രമിച്ചു. പക്ഷേ വീഡിയോകൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്തു. 2019 പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്തപ്പോൾ ഗുണ്ടകൾ വെടിവെക്കുകയും സമരക്കാരെ ആക്രമിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ഇത് ജനങ്ങളിൽ വലിയ ഭയം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ CJP സമരത്തിൽ നിന്ന് നമ്മൾ കണ്ടത് ആ ഭയം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും യുവജനങ്ങൾ. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓർക്കണം, മതത്തിന്റെ ലഹരിയിൽ ആണ്ടുപോയിരുന്ന അതേ ജനതയാണ് ഇത്. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വരി നിൽക്കാൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന അതേ ജനതയാണ് ഇത്. അവരാണ് ജന്തർ മന്ദറിലേക്ക് വരാൻ മെട്രോയ്ക്ക് പുറത്ത് വരി നിന്നത്. അവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നു എന്ന് അവർ തിരിച്ചറിയുകയാണ്. വിലക്കയറ്റം വീണ്ടും കൂടുന്നു, എന്നാൽ ജീവിത നിലവാരം കൂടുന്നില്ല. പഠനം പ്രയാസകരമായി മാറുന്നു. ചോദ്യപേപ്പറുകൾ ചോരുന്നു. അതായത് ജനങ്ങൾ തങ്ങളുടെ മുൻ നിലപാടുകൾക്കെതിരെ കൂടിയാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ മാർച്ച് ചെയ്തിരിക്കുന്നത്. അവിടെ കണ്ട പ്ലക്കാർഡുകളിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നിശബ്ദരാണെന്ന് കരുതേണ്ട, ഞങ്ങളുടെ ചുണ്ടുകൾ തുന്നിക്കെട്ടിയിട്ടില്ല. അവർ ഞങ്ങളെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചു, എന്നാൽ ഞങ്ങൾ വിത്തുകളായിരുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു. തെരുവുകൾ നിശബ്ദമായാൽ പാർലമെന്റ് അഹങ്കാരിയാകും.
ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങിയേ തീരൂ. ഇങ്ങനെ പോകുന്നു CJP സമരത്തിനെത്തിയ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യങ്ങൾ. അതായത് ജനങ്ങൾ ഭയത്തിൽ നിന്ന് മോചിതരായി അവർ തെരുവുകളിൽ നടക്കാനും സംസാരിക്കാനും മുദ്രാവാക്യം വിളിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഈ സമരം കാരണം കുഴഞ്ഞുപോയത് പക്ഷേ ഗോദി മീഡിയയാണ്. ജനക്കൂട്ടത്തെ ചൈനീസ് ഏജന്റുകളെന്നോ പാകിസ്ഥാൻ ഏജന്റുകളെന്നോ വിളിക്കാൻ സാധിക്കുമോ? മോദി സർക്കാരിനുള്ള മുന്നറിയിപ്പെന്ന് പറയാനും സാധിക്കില്ല. മന്ത്രി രാജിവെച്ച് ജനങ്ങളെ കേൾക്കണമെന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലായിപ്പോയി ഗോദി മീഡിയ. ഒടുവിൽ പാർലമെന്റിലേക്ക് ജനക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാണ് അവർ ഈ വാചകങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തത്. മാത്രമല്ല CJPയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തില്ല എന്നാണ് ഗോദി മീഡിയകൾ ആദ്യമേ പ്രവചിച്ചത്. JP നദ്ദയുമായി കൂടിക്കാഴ്ച ഒന്നും നടന്നിട്ടേയില്ല എന്നും അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ സർക്കാർ ചർച്ചയ്ക്കുള്ള നീക്കം ഞായറാഴ്ച മുതൽ തന്നെ തുടങ്ങിയിരുന്നു. കാരണം ഞായറാഴ്ച മുതൽ തന്നെ ദില്ലിയിലേക്ക് ജനം വന്നു തുടങ്ങിയിരുന്നു. CJP വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാങ്കെയുമാണ് JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത് അല്ലെങ്കിൽ ചർച്ച നടത്തിയത്. അതിൻ്റെ ചിത്രം നദ്ദ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പന്ത് ഇപ്പോൾ സർക്കാരിൻ്റെ കോർട്ടിലാണ് എന്ന് പറയാം. 3 ആവശ്യങ്ങളാണ് CJP മുന്നോട്ട് വച്ചിരിക്കുന്നത്. 1. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുക. 2. ധർമ്മേന്ദ്ര പ്രധാൻ അതായത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. 3. നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ മനം നൊന്ത് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക. സമരം അവസാനിപ്പിക്കണമെന്ന് നദ്ദ നിർദ്ദേശിച്ചു. തീരുമാനമാകാതെ ഒന്നും അവസാനിപ്പിക്കില്ല എന്ന് CJP തങ്ങളുടെ തീരുമാനം പറയുകയും ചെയ്തു. ഇതിനിടെ ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായെ കണ്ടു എന്നൊരു വാർത്ത വന്നു. എന്നാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. CJP സമര ദിവസത്തെ മാനേജ് ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമാകാം ഇത്തരം ഒരു വാർത്ത എന്നാണ് ചില വിലയിരുത്തലുകൾ വരുന്നത്. സമയം തള്ളി നീക്കാനുള്ള BJP ബുദ്ധി കേന്ദ്രങ്ങളുടെ നീക്കമായും ഇതിനെ ചിലർ വിലയിരുത്തുന്നു. പക്ഷേ എന്തായാലും CJP സമരത്തെ ചെറുതായി കണ്ട സർക്കാർ എടങ്ങേറ് പിടിച്ചിരിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്രയും വലിയ ജനക്കൂട്ടം എവിടെ നിന്നു വന്നു എന്നതാണ് സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം. CJPയുമായി ചർച്ച നടത്തേണ്ടി വന്നു എന്നത് BJPയെയും മോദി അമിത്ഷാ ടീമിനെയും സംബന്ധിച്ച് നാണക്കേടുമാണ്. പാർലമെന്റിന്റെ വാതിലുകൾ അടക്കേണ്ടി വരും വിധമാണ് ജനങ്ങൾ തടിച്ചുകൂടിയത്. പ്രധാനമന്ത്രി മോദിയുടെ വാഹന വ്യൂഹം പോലും ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പിറകിലെ വാതിൽ വഴി പുറത്തേക്ക് പോയി. അതിനു മുമ്പ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മോദി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത്. ബഹിരാകാശ രംഗത്തെ യുവാക്കളുടെ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പരാമർശിച്ച മോദി അതിലെ ശാസ്ത്രജ്ഞരുടെ പ്രായം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ അദ്ദേഹത്തിന്റെ പ്രായത്തെ പരിഹസിച്ചത്. സ്റ്റാർട്ടപ്പ് ടീമിന്റെ ശരാശരി പ്രായം 28 വയസ്സാണ്. അത്തരം യുവാക്കളാണ് ഈ നേട്ടം കൈവരിച്ചത്. ഞാൻ 56 വയസ്സുള്ള ഏതെങ്കിലും ഒരു യുവാവിനെ പറ്റിയല്ല പറയുന്നത് എന്നാണ് മോദി പരാമർശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രായം നമുക്കറിയാം 56 വയസ്സാണ്. അദ്ദേഹം യുവാവാണ് എന്ന് പറയുന്നതിനെയാണ് പ്രധാനമന്ത്രി ഒന്ന് കുത്തിയത്. ജനങ്ങൾ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് മോദിയുടെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രായത്തെ പരാമർശിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന എന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ സ്ഥാനത്തെ കൂടി അടയാളപ്പെടുത്തുന്നു. നിരാഹാര സമരത്തിലായിരുന്ന സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയാൽ എല്ലാം മാനേജ് ചെയ്യാം എന്ന് സർക്കാർ കരുതി കാണും. എന്നാൽ അതിനുശേഷവും വലിയ ജനപ്രവാഹമാണ് ജന്തർ മന്ദറിലേക്ക് എത്തിയത്. ഒരു നേതാവുമില്ലാതെ വലിയ പേരുകളുള്ള പ്രമുഖന്മാരുടെ ആരുടെയും പിന്തുണ ഇല്ലാതെയാണ് ജനം വന്നത്. എന്തായാലും ജനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും തല്ലിച്ചതച്ചാലും വളച്ചൊടിച്ച് വലിച്ചിഴച്ചുമൊക്കെ BJPയുടെ കാൽക്കൽ മുട്ടുകുത്തിച്ചാലും രാജ്യത്ത് ഒരൊറ്റ നേതാവ് പോലും ബാക്കിയില്ല എങ്കിലും ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളുമായി തെരുവിൽ ഇറങ്ങുക തന്നെ ചെയ്യും. അതാണ് ദില്ലിയിൽ നമ്മൾ കണ്ടത്. പോരാട്ടം തുടരട്ടെ, ഒരു നാൾ എല്ലാം തിരുത്തപ്പെടുക തന്നെ ചെയ്യും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.